Good morning, all. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Morning. Okay, how are you all? Fine. Fine. Fine, fine. Okay. മഴയൊക്കെ ഉണ്ടോ അവിടെ? Yes, ma'am. No, ma'am. മഴയുണ്ട്. ഓക്കെ. നിങ്ങൾ ഇപ്പൊ എവിടെ നിന്നാണ് എല്ലാവരും? ഇതുവരെ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടില്ല അല്ലേ? ഞാൻ കാക്കനാട്. കാക്കനാട്. ഓക്കെ. തൃശ്ശൂര്. തിരുവനന്തപുരം. അഞ്ചലി പത്തനംതിട്ട. കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ. കണ്ണൂർ. കണ്ണൂർ ഇപ്പൊ മഴയില്ലേ? മഴയുണ്ട്. കണ്ണൂരുണ്ട്. ഓക്കെ. മലപ്പുറം. മലപ്പുറം. അപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലേ? ഓക്കെ. ആലപ്പുഴ. ആലപ്പുഴ. ഇടുക്കി. ഇടുക്കിയിൽ ഇപ്പൊ എങ്ങനെയാ? മഴയില്ലേ? മഴയുണ്ടോ? ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. യെസ്. മാം. കോട്ടയം. ഓക്കെ. ടി വി എം. ഓക്കെ, എല്ലാവരും ഉണ്ട്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നമ്മളുടെ? വെർബ്. വെർബായിരുന്നു. വെർബ് കാരണം മനസ്സിലായില്ലേ? യെസ് മാം. യെസ്. Okay, let's moving on to the next topic. Adverb. എന്താണ് adverb? Adverb is used to modify or describe a verb. എന്തോ? സർവനാമം അല്ലേ? എന്തോ കേട്ടില്ല. സർവനാമം. ഓ, സർവനാമം. ഓക്കെ. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെ? അതിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. എവിടെ? He sings beautifully. ഈ സെന്റൻസിലെ വെർബ് ഏതാ? മിസ്സിന്റെ നെയിം എന്താ? എന്റെ പേര് അശ്വതി. ഓക്കെ, അപ്പോ ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി, ഇവിടെ വെർബ് ഏതാ? ഈ സെന്റൻസിൽ വെർബ് ഏതാണ്? സിങ്സ്. സിങ്സ് ആണ് വെർബ്. അപ്പൊ സിങ്സിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്തേ? ബ്യൂട്ടിഫുള്ളി. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്താണ്? ആഡ്വെർബ്. ആഡ്വേർബ് ആണ്. ഓക്കെ, ആഡ്വേർബ് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ആഡ്വേർബ് എന്ന് പറഞ്ഞാല് സർവനാമല്ല കേട്ടോ, ക്രിയാവിശേഷണമാണ്. ഓക്കെ. ഓക്കെ മിസ്. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ വായിക്കൂ. Anyone? I opened the jar easily. പറയൂ. വെർബ് ഏതാണ്? ആഡ്വേർബ് ഏതാണ്? Jar verb. ഏതാണ് വെർബ്? ഏതാണ് easily adverb? വെർബ്? jar. അവിടെ ക്രിയ എന്താണ്? ഒരു പ്രവൃത്തി എന്താണ്? ഓപ്പൺ എന്ന് പറയുന്നത് വെർബും ഈസിലി എന്ന് പറയുന്നത് ആഡ്വെർബും. ഈസിലി എന്ന് പറയുന്നത് ആഡ്വെർബും. ഓക്കെ, എന്താണ്? ഓപ്പൺ എന്ന് പറയുന്നത് വെർബും ആ വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഈസിലി അല്ലെ? അപ്പൊ ഈസിലി എന്ന് പറയുന്നത് ഇവിടെ ആഡ്വേർബുമാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ.
I brought it carefully. Yeah. Brought എന്ന് പറയുന്നത് വെർബും കെയർഫുള്ളി എന്ന് പറയുന്നത് ആഡ്വെർബും. Yes. Next one. ടീച്ചർ ഈസ് ടീച്ചിങ് ക്വൈറ്റ്ലി. അതിൽ ടീച്ചിങ് എന്ന് പറയുന്ന വെർബും ക്വൈറ്റ്ലി എന്ന് പറയുന്നത് ആഡ്വെർബും. Yes. Then He is speaking honestly. Speaking പറയുന്ന വെർബും honestly പറഞ്ഞ adverb. next one. വായിക്കൂ. They are giving equally. Giving എന്ന് പറയുമ്പോൾ വെർബും ഈക്വലി എന്ന് പറയുന്ന ആഡ്വെർബും. And next one. He is dressing nicely. Hello. He is dressing nicely. Dressing എന്ന് പറയുന്നത് വെർബ്, nicely എന്ന് പറയുന്നത് ആഡ്വെർബ്. Yeah. Last one. വായിക്കൂ. I need him I need urgently. him. Urgently. Need Need verb, urgently adverb. Yes. Clear ആയില്ലേ? Adverb എന്താന്ന് മനസ്സിലായില്ലേ? ഇതിൽ കൂടുതൽ എക്സാമ്പിളിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? No, ma'am. ഇല്ല. ഓക്കെ. Adverb. Adverb എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് adverb ഉണ്ട്, സൂപ്പർലേറ്റീവ് adverb ഉണ്ട്, അല്ലേ? നോക്കൂ, adverb ഫാസ്റ്റ്. അവിടെ കമ്പാരിറ്റീവില് വരുമ്പോ എന്താ ഫാസ്റ്റർ എന്ന് വരുന്നു, അല്ലേ? സൂപ്പർലേറ്റീവില് വരുമ്പോ ഫാസ്റ്റസ്റ്റ്. ലേറ്റ്, ലേറ്റർ. സൂപ്പർലേറ്റീവ് ലേറ്റസ്റ്റ്. ഹൈ, കമ്പാരിറ്റീവ് ഹയർ. സൂപ്പർലേറ്റീവ് ഹയസ്റ്റ്. ഹാർഡ്, harder, hardest. Much, more, most. Long, longer, longest. Okay. Beautifully എന്ന് പറയുമ്പോ കമ്പാരിറ്റീവ് എന്താ വരിക? മോർ ബ്യൂട്ടിഫുൾ എന്ന് വരും. അത് സൂപ്പർലേറ്റീവ് ആകുമ്പോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാ വരാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലല്ലോ അവർക്കും പറയുന്നത്? മാം ഇതിനെല്ലാം ഓരോ എക്സാമ്പിൾസ് പറയാമോ? പറയാലോ. ഒരു സെന്റൻസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത്തിരി കൂടി വ്യക്തമായിരുന്നു. അതിലേക്കാ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ അപ്പൊ എല്ലാവർക്കും? അപ്പൊ നോട്ട് എടുത്തോളൂ. ചെക്ക് യുവർ നോട്ട്. Check your notebook and write down. Adverb എക്സാമ്പിൾ വേണ്ടല്ലോ. അതുണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. കമ്പാരിറ്റീവ് adverb. Comparative. Sam works. Work ചെയ്യുക. Work. Sam works harder than Tom. 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 ഇത് ഏതാണ്? ഈ സെന്റൻസ് ഏത് വേർബാണ്? ഏത് adverb ആണ്? കമ്പാരിറ്റീവ് adverb ആണ്. കാരണം ഇവിടെ ഹാർഡിന്റെ ഹാർഡർ, അതെ, ഹാർഡർ യൂസ് ചെയ്തു, അല്ലെ? കമ്പാരിറ്റീവ് adverb എപ്പോഴും ഒരു കമ്പാരിസൺ ആയിരിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എഴുതിക്കോളൂ. The truck
മൂവ്ഡ് സ്ലോലി, മിസ് ഒന്നുകൂടെ പറയോ? the truck moved slower, moved slower, the truck moved, move ചെയ്യുക, moved slower than the car, the truck moved slower than the car. ഓക്കെ, ഇവിടെ എന്താണ് സ്ലോവർ അല്ലെ? സ്ലോവർ വന്നു. അതുകൊണ്ട് എന്താണ് ഇത്? കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. ക്ലിയർ? അടുത്തൊരു എക്സാമ്പിൾ എഴുതിക്കോളൂ. സൂപ്പർലേറ്റീവ് എഴുതും. സൂപ്പർലേറ്റീവ്, സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ഹെഡിങ് എഴുതും. സൂപ്പർലേറ്റീവ് ആഡ്വേർബ്, superlative adverb. Example എഴുതിക്കോളൂ. Sam listens most carefully. Sam listens most carefully. Sam listens most carefully. Sam listens most carefully. Okay, ഇവിടെ എന്താ വന്നേ? Most. കെയർഫുള്ളി. Most carefully. Most carefully. അപ്പൊ എന്താണ്? സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിക്കോളൂ. Penguin, penguin, P-E-N-G-U-I-N-S, P-E-N-G-U-I-N-S. Penguins swim fastest of all birds. Swim, നീന്തുക. Penguins swim fastest of all birds. Penguins swim fastest of all birds. Okay. മാഡം ഒന്നും കൂടി പറയോ? Penguin, penguin, P-E-N-G-U-I-N-S, penguins, P-E-N-G-U-I-N-S. Swim, നീന്തുക, S-W-I-M, swim. Fastest, fastest of all birds, bird, പക്ഷികൾ, B-I-R-D-S, birds. Penguins swim fastest of all birds. അഹമ്മദ്, കമ്പാരിറ്റീവ് അല്ലാതെ സൂപ്പർലേറ്റീവ് ആണ്. കാരണം എന്താ? ബിക്കോസ് ദർ ഈസ് ഫാസ്റ്റേഴ്സ് അല്ലെ? ഫാസ്റ്റേഴ്സ് യൂസ് ചെയ്തു. സോ ദിസ് ഇസ് സൂപ്പർലേറ്റീവ് ആഡ്വേർബ്. ക്ലിയർ? അപ്പൊ സൂപ്പർലേറ്റീവ് എന്താണ്, കമ്പാരിറ്റീവ് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ക്ലിയർ ആണ്. അപ്പൊ അടുത്ത് എഴുതിക്കോളൂ. മിസ് ഒന്നും കൂടി പറയോ? ഏതാണ് സൂപ്പർലേറ്റീവും സൂപ്പർലേറ്റീവ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ നോക്കൂ. സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവും വ്യത്യാസം വന്നിരിക്കും. നോക്കിയേ, ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഈ ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർലേറ്റീവ് ആണ്. ER ആഡ് ചെയ്ത് വന്നാൽ, ഇപ്പൊ ഫാസ്റ്റർ ER ആഡ് ചെയ്ത് വന്നാൽ അത് കമ്പാരിറ്റീവ് ആണ്. ഓക്കെ, ഒരു കാര്യം എഴുതിക്കോളൂ. ഒരു 5 ടേബിളിൽ വരുന്ന രീതിയിൽ 5 ടേബിൾ പോലെ എഴുതാം. ഓരോ ഹെഡിങ് ഞാൻ പറയാം. ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ. ഹൗ, ഹൗ എങ്ങനെ, ഹൗ, ഹൗ സ്ലാഷ് മാനർ, മാനർ, MANNER, ഹൗ സ്ലാഷ് മാനർ, MANNER, മാനർ. എഴുതിയോ? കുളിച്ചപ്പോ ഇങ്ങോട്ട് ഞാൻ ഉണ്ടാക്കുമ്പോത്തിന് ആ പൊട്ടിക്കുറ്റിക്ക് ഇങ്ങോട്ട് കുളിച്ച എഴുതി കഴിഞ്ഞോ? യെസ് മാം. അപ്പൊ അതിന് താഴെ എഴുതാ ലൗഡ്ലി,
ഉച്ചത്തിൽ, loudly, 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 quietly, silent ആയിട്ട്, quietly, 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 quietly. Next, quickly, 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 quickly. Next one, easily, 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 easily. Next, carefully, 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 carefully. Carefully. Efficiently, 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 efficiently. Next, fastly, speed, faster, fastly, FASTLY, fastly. ഓക്കെ, അതുപോലെ കുറച്ചുകൂടെ ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, കുറച്ച് മാത്രമേ ഇതിലുള്ള ഒരുപാടുണ്ട്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് എഴുതാം. രണ്ടാമത്തെ ടേബിളിൽ വരുന്നത് എഴുതാം. വെൻ, എപ്പോൾ, വെൻ, WHEN, വെൻ. സ്ലാഷ് ടൈം, സമയം, ടൈം, വെൻ സ്ലാഷ് ടൈം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? മാം കഴിഞ്ഞു. ഓക്കെ, അപ്പോ വെൻ ടൈം എഴുതില്ലേ? വെൻ സ്ലാഷ് ടൈം. അതിന് താഴെ എഴുതാം ആഫ്റ്റർ, ആഫ്റ്റർ, ബിഫോർ, ആഫ്റ്റർ, ബിഫോർ, നൗ, ഇപ്പോൾ, നൗ, ടുഡേ, ടുഡേ, ടുമാറോ, ടുമാറോ. Today, tomorrow. Okay, next എഴുതിക്കോളൂ. അടുത്ത മൂന്നാമത്തെ ടേബിള്. Where, എവിടെ, where, എവിടെ, WHERE, where. സ്ലാഷ് place, സ്ഥലം, place, where സ്ലാഷ് place. എന്നിട്ട് അതിന് താഴെ എഴുതാം outside, 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 inside, outside, inside, anywhere, anywhere, ANIANY WHERE, anywhere. Somewhere, outside, inside, anywhere, somewhere. Upstairs, upstairs, UPSTAIR, UPSTAIR. Outside, inside, anywhere, somewhere. Upstairs, downstairs, DOWNSTAIR, DOWNSTAIR, downstairs. Then here, here, ഇവിടെ, here, there. Last one, there, here, there. Outside, inside, anywhere, somewhere, upstairs, downstairs, here, there.
Finish? Yes, ma'am. Yeah. Next one, fourth one എഴുതാ, fourth table എഴുതാ, heading എഴുതാ, frequency, 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 frequency. താഴെ എഴുതാ, always, 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 usually, always, usually, often, 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 often. Sometimes, 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 sometimes. പിന്നെ every means every day, every week എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതും എഴുതാം. every day, every week, every month. സോ കോമൺ ആയിട്ട് എവറി എന്ന് മാത്രം എഴുതിയാൽ മതി, അങ്ങനെയായാലും കുഴപ്പമില്ല. അല്ലാണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ എഴുതാം. every day, every month, every week. ഓക്കെ, കഴിഞ്ഞോ? Yes, ma'am. അപ്പൊ ലാസ്റ്റ് വൺ ഹെഡിങ് എഴുതിക്കോളൂ. ഫിഫ്ത് ടേബിൾ, ഡിഗ്രി, DEGREE, DEGREE, ഡിഗ്രി. താഴെ എഴുതാം ഓൾമോസ്റ്റ്, ഓൾമോസ്റ്റ്, ഓൾമോസ്റ്റ്. സോ, SO, 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 little, little. Just, 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 just. Next, only, ONLY, only. Next, really, 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 really. Deeply, 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 deeply. Then completely, completely. Completely. Next, hardly, 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 hardly. Next, indeed, 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 indeed. Then most, most, then most. Then much, much, much. Last one, very, VERY, very. കഴിഞ്ഞില്ല എല്ലാവരുടെയും? കഴിഞ്ഞോ? Yes, ma'am. Yes, ma'am. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. Simi, Simi, Simi go to the beach. Sorry, Simi went, went ആണ്, went, WENT, went. Simi went to the beach yesterday.
Simi went to the beach yesterday. Simi went to the beach yesterday. ഇവിടെ adverb ഏതാണ്? വെന്റ്. Went ആണ്. Simi went to the beach yesterday. യെസ്റ്റർഡേ Yesterday ആണ്. Yesterday എന്ന് പറയുമ്പോ എന്താ? ഇന്നലെ. ഇന്നലെയാണ്. നമ്മൾ 5 ടേബിൾ എഴുതിയില്ലേ? ഈ യെസ്റ്റർഡേ ഏതിലാ വരുന്നേ? വെൻ അല്ലെങ്കിൽ ടൈം, വെൻ ഓർ ടൈം. എപ്പോൾ അല്ലേ? നമ്മൾ എപ്പോഴാണ് പോയത് ബീച്ചിൽ. അപ്പൊ യെസ്റ്റർഡേ. അപ്പൊ ഇവിടെ യെസ്റ്റർഡേ ആണ് എന്ത്? ആഡ്വേർബ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് എഴുതിക്കോളൂ. എക്സാമ്പിൾ. The children sat there quietly. The children sat. ഇരിക്കുക. Sat. The children sat there. അവിടെ. THERE. There. Quietly. Quietly. QUIENTLY. Quietly. The children sat there quietly. ഇവിടെ adverb ഏതാണ്? Quietly. Quietly മാത്രമേ ഉള്ളൂ. There. Quietly ആണ് ഇവിടെ adverb ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോ നിങ്ങളായി ടേബിൾ എഴുതിയില്ലേ? ആ ടേബിളിനെ ബേസ് ചെയ്തുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോളൂ. Sam goes to the gym. Sam goes to the gym every day. Sam goes to the gym every day. Sam goes to the gym every day. ഇവിടെ ഏതാ വരാ? Every day. എവിടെ എങ്ങനെ ഏതിലാ വരാ? Frequency. Frequency. Okay. Then next one I'll go. She read the letter carefully. 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 ഇവിടെ ഏതാ adverb ഏതാ? Carefully ആണ്. അപ്പോ ഏതാണത്? മാനർ ആണോ? ഡിഗ്രി ആണോ? ഫ്രീക്വൻസി ആണോ? മാനർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ adverb കുറച്ചൊരു എക്സാമ്പിൾസ് വേണോ? കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് വേണം മിസ്, അത്രയ്ക്ക് ഞാൻ ക്ലിക്ക് ആയില്ല. ക്ലിക്ക് ആയില്ല. ഓക്കെ, എഴുതിക്കോളൂ. ടീന ഈറ്റ്സ്. ടീന ഈറ്റ് കഴിക്കുക. ടീന ഈറ്റ്സ് quickly than Tom. Quicker than Tom.
സോറി, മോർ ക്വിക്ലി. തെറ്റാണ്, മോർ ക്വിക്ലി. ടീന ഈറ്റ്സ് മോർ ക്വിക്ലി ദാൻ ടോം. Tina eats more quickly than Tom. Next one. Tina drives the most intelligently. Tina drives the most intelligently. Tina drives the most intelligently. ഇത് രണ്ടും ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ടീന ഈറ്റ്സ് മോർ ക്വിക്ലി ദാൻ ടോം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്. സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ടീന ഡ്രൈവ്സ് ദ മോസ്റ്റ് ഇന്റലിജന്റ്ലി എന്ന് പറയുമ്പം സൂപ്പർലേറ്റീവ് ആണ്. മനസ്സിലായല്ലേ? സൂപ്പർലേറ്റീവില് വരാ മോസ്റ്റ് ക്വിക്ലി, അതായത് EST ചേർത്തെല്ലാനും ST ചേർത്തെല്ലാനും സൂപ്പർലേറ്റീവിലാ വരാ. കമ്പാരിറ്റീവിൽ എപ്പോഴും നസീറ മ്യൂട്ട് ചെയ്യും. സൂപ്പർലേറ്റീവിലെല്ലാനും ST ലാസ്റ്റ് ST ചേർത്തായിരിക്കും വരാം. അതായത് ഫാസ്റ്റസ്റ്റ്, ലേറ്റസ്റ്റ്, ഹൈയസ്റ്റ്, ഹാർഡസ്റ്റ്, മോസ്റ്റ്, ലോങ്ങസ്റ്റ്, ബ്യൂട്ടിഫുൾ ആവുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി, മോസ്റ്റ് ഹാപ്പിലി, മോസ്റ്റ് സ്ലോലി, അല്ലെ, മോസ്റ്റ് ക്വിക്ലി, അങ്ങനെയാ വരാ സൂപ്പർലേറ്റീവില്. കമ്പാരിറ്റീവിൽ എപ്പോഴും ഒരു കമ്പയർ ഉണ്ടാവും. അതും ER ഉണ്ടാവും എപ്പോഴും. ഫാസ്റ്റർ, ലോങ്ങർ, ഹൈയർ, മോർ, ബെറ്റർ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആവുമ്പോൾ മോർ ബ്യൂട്ടിഫുള്ളി, മോർ ഹാപ്പിലി, മോർ ഇന്റലിജന്റ്ലി. ഓക്കെ, അങ്ങനെ വരും. അതൊക്കെയാണ് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ഓക്കെ, എല്ലാവരും ഓരോ സെന്റൻസ് വെച്ച് ഒന്ന് എഴുതി. കമ്പാരിറ്റീവിന്റെ അകത്ത് ERഉം മോറും വരുന്നതാണല്ലേ? അതെ. ഓക്കെ, അപ്പോ എല്ലാവരും എഴുതൂ ഒരു കമ്പാരിറ്റീവിനും സൂപ്പർലേറ്റീവിനും. ഓക്കെ, ഒരു ആഡ്വേർബിന് എക്സാമ്പിൾ എഴുതാം, കമ്പാരിറ്റീവ് എക്സാമ്പിൾ എഴുതാം, ആൻഡ് സൂപ്പർലേറ്റീവ് എക്സാമ്പിൾ എഴുതാം. എല്ലാവരും She danced gracefully. Yeah. ഇതൊരു adverb ആണ്. Then comparative എഴുതൂ, comparative and superlative. He's dressing beautifully. അത് adverb ആണ്. Then comparative and superlative എഴുതാം എല്ലാവരും. കഴിഞ്ഞവരുണ്ടെങ്കിൽ പറയാം. മിസ് പറയൂ. ടോം റീഡ്സ് ലൗഡ്ലി എന്ന് പറയുന്ന adverb അല്ലേ? അതെ, adverb ആണ്. Comparative പറയുക. ജോൺ വാക്സ് മോർ സ്പീഡ്ലി ദാൻ ടോം. More speedily. അവിടെ എന്നാ പിന്നെ ജോൺ വാക്സ് John Wax more quickly പറയാം, സ്ലോലി പറയാം. സ്പീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാസ്റ്റർ അല്ലേ വരാം. ഫാസ്റ്റർ, അവിടെ മോർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഓക്കെ. അപ്പോ പറയൂ, എക്സാമ്പിൾ പറയൂ. കമ്പാരിറ്റീവ്.
John walks more quickly than Tom എന്ന് പറയാം. പറയാ കറക്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് എന്ത് വരാ? John paints the most beautifully. John paints most beautifully. ഓക്കെ. ബാങ്ക് കൊടുക്കണേ ഇടല്ലോ. തൊയ്ബ മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് യുവർസെൽഫ്. ഓക്കെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇനിയും ഡൗട്ട് ഉണ്ടോ? എഴുതിയോ എല്ലാവരും? പറയൂ. ആരും എന്താ മിണ്ടാത്തേ? കഴിഞ്ഞോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് മെസ്സേജിൽ നോക്കൂ. മെസ്സേജ് വന്നില്ലല്ലോ. She seems faster than him. Yeah, clear ആണ്, കറക്റ്റ് ആണ്. ഇത് കമ്പാരിറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് She looks like more beautiful. കറക്റ്റ് ആണോ മാം? she looks more beautiful എന്ന് പറഞ്ഞാൽ മതി. ലൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. She looks more beautiful. Okay. Then സൂപ്പർലേറ്റീവ് പറയൂ. She looks more beautiful than me എന്ന് പറയാം അല്ലേ? അത് കമ്പാരിറ്റീവ് ആണ്. അല്ലെങ്കിൽ she looks more beautifully എന്ന് പറയുമ്പോൾ അത് adverb ആയിട്ട് വരും. She knocks him most carefully. She is hardest worker. She is hardest worker. Yeah, clear, correct ആണ്. hardest worker. അപ്പൊ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എല്ലാവർക്കും മനസ്സിലായോ? ഇനിയും ഡൗട്ട് ഉണ്ടോ? കമ്പാരിറ്റീവ് ഇപ്പോ മാനറിൽ എങ്ങനെയാ വരാ? ഫ്രീക്വൻസിയിൽ എങ്ങനെയാ വരാ? adverb ഓഫ് ടൈം എങ്ങനെയാ വരാ? അതിനൊക്കെ ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും? പറയൂ. ഇപ്പൊ നമ്മള് ഹൗ മാനർ എന്നൊക്കെ പറഞ്ഞു എഴുതിയില്ലേ? അത് adverb ഓഫ് മാനർ എന്ന് പറയും. അതുപോലെ adverb ഓഫ് ടൈം എന്ന് പറയും. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇരിക്കുക, ഐഡന്റിഫൈ ദ adverb ഓഫ് ടൈം. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ടൈം വന്നത് ഏതാന്ന് കറക്റ്റ് ആൻസർ ചെയ്താ അങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻ വരാം. അപ്പോ അതിന് ഡൗട്ട് ഉണ്ടോ? മാനർ, ഡിഗ്രി, ഫ്രീക്വൻസി, പ്ലേസ് ഇതൊക്കെ ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾസ് ഇനിയും വേണോ? റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നില്ലേ? Can you hear me? എക്സാമ്പിൾസ് വേണം. വേറെ ആരും റെസ്പോണ്ട് ചെയ്യാത്തേ? എന്ത് പറ്റില്ല അവർക്കും? ഹരിത, എന്ത് കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? ഓക്കെ, എന്താ ഒന്നും മിണ്ടാത്തേ? റെസ്പോണ്ട് ചെയ്യൂ. എക്സാമ്പിൾസ് വേണോ എന്ന് പറയൂ. ഒരാൾ മാത്രമേ വേണമെന്ന് പറഞ്ഞുള്ളൂ, ബാക്കി ആർക്കും വേണ്ടേ? വേണം മിസ്സേ. നിങ്ങള് റെസ്പോണ്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് വേണോ വേണ്ടേന്ന്. റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമന്റ് എങ്കിലും ചെയ്യൂ. ഓക്കെ, ക്ലിയർ, എഴുതിക്കോളൂ.
The baby slept peacefully. The baby slept peacefully. The baby slept peacefully. ഇതൊക്കെ പറയുന്നതെല്ലാം adverb of manner ആണ്. ഓക്കെ, അപ്പോ ഹെഡിങ് എഴുതാം adverb of manner. എഴുതാം the baby slept peacefully. The baby slept peacefully. മിസ് ഒന്നും കൂടി പറഞ്ഞത് ബേബി Slept ഉറങ്ങി. Slept SLEPT slept. The baby slept peacefully. The baby slept peacefully. Next one, she walks gracefully. She walks gracefully. Mute you. She walks gracefully. She walks gracefully. 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 Then he speaks softly. Soft item. He speaks softly. He speaks softly. Then he speaks loudly. ഉറക്കെ, loudly. ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാം എന്താ adverbs of manner ആണ്. ഓക്കെ, മാഡം ഒന്നുകൂടി പറയും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേ. he speaks loudly. ഉച്ചത്തിൽ സംസാരിച്ചു. She speaks loudly. She speaks loudly. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ മാനർ ആണ്. മാനർ മീൻസ് ഇപ്പോ എന്താ ബേബി സ്ലാപ്ഡ് പീസ്ഫുള്ളി. ആ ബേബി എങ്ങനെയാണ് ഉറങ്ങണത്? പീസ്ഫുള്ളി ആയിട്ട്, അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന എല്ലാവരും എന്താണ്? മാനർ ആയിരിക്കും. എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോ അവിടെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ ഷീ വാക്സ്, അവൾ എങ്ങനെയാണ് നടന്നത്? ഗ്രേസ്ഫുള്ളി ആയിട്ട്, അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ കണ്ടാൽ എന്താണ്? അത് adverb of manner ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനിയും ഡൗട്ട് ഉണ്ടോ? നോ മാം, ക്ലിയർ ആയി. എന്തോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. യാ, ഓക്കെ. ദെൻ എഴുതിക്കോളൂ adverb of type. Adverb of type. എക്സാമ്പിൾ എഴുതാ. Seema reached here 2 days back. Seema reached here 2 days back. എന്ത് മാഡം ഒന്നുകൂടി പറയും? Seema reached here 2 days back. Seema reached here, ഇവിടെ here 2 days back. Seema reached here 2 days back. 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ. ആരാ? ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. അതിനുശേഷം മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതൂ. Sam came here last night. Sam came here last night. Sam came here last night. Next, she left my home in the afternoon. She left. Left. She left my home in the afternoon. She left my home in the afternoon.
ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ഡേയ്സും ഇതൊക്കെ വരുമ്പോ എന്താണ്, അത് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? എപ്പോൾ വന്നു, എപ്പോൾ പോയി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ആഡ്വേർബ് ഓഫ് ടൈം ആണ്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയി? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആരാ വോയിസ് ബ്രേക്ക് ആവുന്നു? എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത് എത്തിക്കോളൂ. ആഡ്വേർബ് ഓഫ് പ്ലേസ്. ആഡ്വേർബ് ഓഫ് പ്ലേസ്. എക്സാമ്പിൾ എഴുതാം. ഐ സെർച്ച്ഡ്, സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. ഐ സെർച്ച്ഡ് എവ്രിവെയർ ഫോർ ദി ബുക്ക്. ഐ സെർച്ച്ഡ് എവ്രിവെയർ ഫോർ ദി ബുക്ക്. I searched everywhere for the book. I searched everywhere for the book. Next one. I opened the box. I opened the box. I opened the box and looked inside. I opened the box and looked inside. I opened the box and looked inside. Looked inside. Okay. Next one. I'm not going anywhere today. I'm not going anywhere today. മാഡം ഒന്ന് ആക്കം പോലെ പറയും. എന്തോ എഴുതി കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിർത്തി പറയേ. Okay, okay, okay. I opened the box. I opened the box and looked inside. അത് എഴുതി കഴിഞ്ഞോ? I opened the box കഴിഞ്ഞിട്ട് looked, നോക്കി. looked, LOOKED, looked inside, ഉള്ളിലേക്ക് നോക്കി. ഓക്കെ, കഴിഞ്ഞു? Yes, ma'am. yes ma'am. അടുത്തത്. I'm not going anywhere today. I'm not going anywhere today. ഞാൻ അങ്ങോട്ടും പോകുന്നില്ല ഇന്ന്, അല്ലെ? I'm not going anywhere today. I'm not going anywhere today. ഇപ്പൊ ഇവിടെ ടുഡേ വന്നിട്ടുണ്ട്, എനിവേർ വന്നിട്ടുണ്ട്. ചിലപ്പോ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആഡ്വേർബ് ഓഫ് പ്ലേസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയണെങ്കിൽ നമുക്കിത് ആൻസർ എഴുതാം, അല്ലെ? കാരണം എന്താണ്, ഇവിടെ എനിവേർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ആഡ്വേർബ് ഓഫ് ടൈം ആണ് ചോദിക്കുന്നത്, നമുക്കിത് എഴുതാം. കാരണം എന്താ, അവിടെ ടുഡേ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? I'm not going anywhere today. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരു പ്ലേസ് എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്. അതുപോലെ അവിടെ ടൈം, അതുപോലെ എപ്പോൾ, എന്തൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ്വേർബ് ഓഫ് ടൈം ആണ്. ഓക്കെ, ക്ലിയർ? അടുത്തൊരു എക്സാമ്പിൾ എഴുതിക്കോളൂ. ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. എന്തോ? ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. He always sleeps in the morning. He always ഉറങ്ങുക, sleeps in the morning. He always sleeps in the morning. He always sleeps in the morning. He always sleeps in the morning. Okay, കഴിഞ്ഞില്ലേ?
അടുത്ത എഴുതാം. The examinations, exam. Okay, the examinations are held yearly. The examinations, EXAMINATIONS. Examinations are held, 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 yearly, വർഷത്തിൽ, വർഷം തോറും, yearly, YEARLY, yearly. The examinations are held yearly. Okay. Next one. He went to Canada. He went to Canada many times. 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 Okay. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു എല്ലാവരുടെയും? കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് adverb of frequency. അല്ലെ, ആ സെന്റൻസിൽ എപ്പോഴും ഒരു ഫ്രീക്വൻസി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? adverb of frequency ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ എഴുതിക്കോളൂ. adverb of degree. adverb of degree. എക്സാമ്പിൾ എഴുതിക്കോളൂ. She is very talented. She is very talented. She is very talented. 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 She is very talented. Next one. He is so funny. 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 Next one. The baby is just adorable. The baby is just adorable. The baby is just adorable. 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 The baby is just adorable. The baby is just adorable. Okay, next one. They are really good friends. 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 Next one. He's almost finished his work. He's almost finished his work. He's almost finished. 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 Finished his work. He's almost finished his work. He's almost finished his work. Next one. He is absolutely right. He is absolutely right. He is absolutely right. Absolutely. ABSO LUTELY. ABSO LUTELY. Absolutely right.
റൈറ്റോ മാം? Absolutely right. RIGHT, right. RIGHT. He is absolutely right. കഴിഞ്ഞു എല്ലാവരുടെയും? കഴിഞ്ഞു. അപ്പൊ മനസ്സിലായോ? എന്തോ? യെസ് മാം, ഫിനിഷ്. Finished. Okay. അപ്പോ adverb എല്ലാം മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ് മാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക് കൂടെ നോക്കിയിട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. ഓക്കെ, ക്ലാസ്സിൽ നോക്കുക, വായിച്ചു നോക്കുക, മനസ്സിലാക്കി നോക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ? വേറൊന്നും പറയാനില്ല? Any opinion? ക്ലിയർ അല്ലേ? ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? നോ മാം. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്ത് എക്സാമ്പിൾസ് എഴുതി ചെയ്ത് പോയി പറയുമ്പോഴത്തേനും ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇല്ല മാം. ഓക്കെ, അപ്പോ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.